ഒൻപതാമത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതുപോലെയാണ് എക്സസൈസ് 3.2-ലെ 10, 11, 12 ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ടത്. ആദ്യം ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, എന്നിട്ട് ഈക്വാലിറ്റി, രണ്ട് മെട്രിക്സ് ഇക്വേറ്റ് ചെയ്തതുകൊണ്ട് കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആകും. അങ്ങനെ അതിന്റെ വാല്യൂസ്, വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അടുത്ത നമുക്ക് അതൊരു 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് എക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണ് അല്ലെ. കഴിഞ്ഞ ചാപ്റ്ററുകളിലെ ഫംഗ്ഷനിൽ പഠിച്ച എക്സിന്റെ വാല്യൂ വന്നാൽ മെട്രിക്സിനകത്തൊരു എക്സ് വരും, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0, അങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഷോ ചെയ്യേണ്ടത് എഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ്. എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് വൈ എന്താകും? എഫ് ഓഫ് വൈ ഇവിടെ മെട്രിക്സില് എക്സ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ വൈ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എഫ് വൈയും കിട്ടും. എന്നിട്ട് അത് രണ്ട് മെട്രിക്സ് കൂടി ഇൻറ്റു ചെയ്യണം. കിട്ടുന്ന മെട്രിക്സ് ഇവിടെത്തെ എക്സ് മാറ്റി എക്സ് പ്ലസ് വൈ ആക്കി കിട്ടുകയും വേണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് എഫ് എക്സ് എന്നുള്ള മെട്രിക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എൽ എച്ച് എസ് തൊട്ട് തുടങ്ങാം. എൽ എച്ച് എസില് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കാം. എഫ് ഓഫ് എക്സ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0. അതുപോലെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എക്സ് 0, 0, 0, 1. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്നിട്ട് എഫ് ഓഫ് വൈ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന് പകരം എല്ലാം വൈ കൊടുത്താൽ മതി. കോസ് വൈ മൈനസ് സൈൻ വൈ 0, സൈൻ വൈ കോസ് വൈ 0, 0, 0, 1. അപ്പൊ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ സ്പീഡപ്പ് ആയി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ. ഫസ്റ്റ് റോയിലെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഫസ്റ്റ് കോളത്തിലെ കറസ്പോണ്ടിങ് എലിമെന്റ്സുമായിട്ട് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ എലിമെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. അതെങ്ങനെ വരും? കോസ് എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പൊ അത് അതുപോലെ എഴുതാം. കോസ് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ അല്ലെ. മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 0. ഇനി അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ, ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അടുത്തത് 0 ഇൻറ്റു 0 പ്ലസ് 0. മൂന്നാമത്തത് കോസ് എക്സ് ഇൻറ്റു 0, ദാറ്റ് ഈസ് 0 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0, 0, 0 ഇൻറ്റു 1, ദാറ്റ് ഈസ് അഗൈൻ 0. ഇനി അടുത്ത സെക്കൻഡ് റോ ആണ് ഫസ്റ്റ് കോളം. അപ്പൊ ഈ സൈൻ എക്സ് കോസ് എക്സ് 0 എന്ന സെക്കൻഡ് റോയും ഫസ്റ്റ് ഓരോ കോളവുമായിട്ട് ഇൻറ്റു ചെയ്ത് നോക്കണം. അപ്പം സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് 0. ഓക്കെ. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് 0 ഇൻറ്റു 0 is 0. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം. സൈൻ എക്സ് ഇൻറ്റു 0 is 0 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 0 is 0 പ്ലസ് 0 ഇൻറ്റു 1 is 0. ലാസ്റ്റ് വൺ 0 ഇൻറ്റു കോസ് വൈ അല്ലെ. 0 പ്ലസ് 0 ഇൻറ്റു സൈൻ വൈ 0, 1 ഇൻറ്റു 0 is again 0. ലാസ്റ്റ് അടുത്തത് തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം.
0 into minus sin y is 0. 0 into cos y is 0. 1 into 0 is 0. Last, 0 into 0 is 0. Plus 0 into 0 is 0. Plus 1 into 1 is 1. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമ്മുടെ റിസൾട്ടിലേക്ക് കിട്ടുന്നതാണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു cos x cos y മൈനസ് sin x sin y എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ ഒരു റിസൾട്ട് ആണ് cos ഓഫ് x പ്ലസ് y. ശരിയല്ലേ? cos x പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ ആണ് cos x cos y മൈനസ് sin x sin y. അടുത്തത് രണ്ടാമത്തെ എലിമെന്റ് മൈനസ് ഇങ്ങ് പുറത്തെടുക്കുവാണെങ്കിൽ, ഇതിനകത്തുനിന്ന് മൈനസ് ഇങ്ങ് പുറത്തെടുക്കുന്നു വിചാരിക്കുക. cos x sin y പ്ലസ് sin x cos y. അപ്പൊ ഇത് മൈനസ് പുറത്തെടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? മൈനസ് ഇൻറ്റു കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ എന്ന് വരും. അപ്പൊ ഇതകത്ത് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് മാത്രം നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് സൈൻ എക്സ് പ്ലസ് വൈയുടേതാണ് അല്ലെ? സൈൻ എ സൈൻ കോസ് ബി പ്ലസ് കോസ് എ കോസ് സൈൻ ബി. അതായത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ ആ മൈനസ് ഇവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ റിസൾട്ട് ആണ്. ലാസ്റ്റ് അടുത്ത എലിമെന്റ് 0. സെക്കൻഡ് റോയിലെ ആദ്യത്തേത് നോക്കാം. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അത് നമ്മൾ പഠിച്ച സൈൻ എക്സ് പ്ലസ് വൈയുടെ റിസൾട്ട് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അടുത്തത് മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ. വീണ്ടും കോസ് എക്സ് പ്ലസ് വൈ തന്നെയാണ് അല്ലെ? ഈ ആദ്യം കണ്ട ഇതൊന്ന് തിരിഞ്ഞു വന്നു എന്നേ ഉള്ളൂ. കോസ് എക്സ് പ്ലസ് വൈയുടെ റിസൾട്ട് ആണ് ഇവിടെ കിടക്കുന്നത്. കോസ് എക്സ് പ്ലസ് വൈ. ഇവിടെ 0. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 0 1. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എഫ്എക്സും ഇതുമായിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ വരും. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് വന്നിരിക്കുന്നു? എക്സ് പ്ലസ് വൈ വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും. വിച്ച് ഇസ് ഈക്വൽ ടു RHS. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒന്നാമത്തെ പാർട്ട് നോക്കാം. മെട്രിക്സ് 5 -1 6 7 into 2 1 3 4 നോട്ട് ഈക്വൽ ടു 2 1 3 4 into 5 -1 6 7. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ രണ്ട് നമ്പേഴ്സ് 3 into 4 is equal to 12 കിട്ടും അല്ലെ? തിരിച്ചിട്ടാലും 4 into 3 ഇട്ടാലും നമുക്ക് 12 കിട്ടും. അതിനൊരു പ്രോപ്പർട്ടി പേര് കൊടുത്ത് പഠിച്ചിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ, ബൈനറി ഓപ്പറേഷൻ എന്ന സെക്ഷനിൽ. കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കുമെന്ന്. ഇവിടെ മെട്രിക്സ് തിരിച്ചിട്ട് ഗുണിച്ചേക്കുക അല്ലെ? ആദ്യം വന്ന 5 -1 6 7 എന്ന മെട്രിക്സ് രണ്ടാമത് 8 ഗുണിച്ചപ്പോ ഇത് രണ്ടും ഈക്വൽ അല്ല എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം മെട്രിക്സ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്നില്ല. അതായത് എ ബി നോട്ട് ഈക്വൽ ടു ബി എ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എ ബി ഈക്വൽ ടു ബി എ ആവുന്ന കേസുകളും ഉണ്ട്. അപ്പൊ ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കണം. അതായത് ഗുണിച്ച് വെച്ചാൽ മതി. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി രണ്ട് ഡിഫറെന്റ് മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഈ മെട്രിക്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് റോ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിക്കണം എന്റെ ഓർഡറിന്റെ പ്രശ്നം. അതായത് സ്ക്വയർ മെട്രിക്സ് ആവേണ്ട പ്രശ്നമല്ല. 2 by 2 2 by 2 ഒരേപോലെ, ഓർഡറുകളെല്ലാം ഒരേപോലെയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് നോക്കാം. മെട്രിക്സ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ? 5 into 2 10 പ്ലസ് -1 into 3 that is -3. അടുത്തത് 5 into 1 5 -1 into 4 -4. അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 6 7 into 2 3 6 into 2 12 7 into 3 plus 21. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 6 into 1 is 6 plus 7 into 4 is 28. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? 7 1 3 3 അല്ലെ? 33. 28 plus 6 34. അപ്പൊ ഇതാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 1 3 4 into 5 -1
6, 7. Matrix 2 into 5 is 10. 1 into 6 is 6. 2 into minus 1 is minus 2. 1 into 7 is plus 7. 3 into 5, 15. Plus 4 into 6, 24. 3 into minus 1 is minus 3. 4 into 7 is 28. So, this calculate ചെയ്യുമ്പോൾ 16, 5, 39, 25. അപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടിയത് അല്ലേ. 5 into തിരിച്ച് ഒന്ന് ആദ്യം എഴുതേണ്ട മെട്രിക്സ് രണ്ടാമതൊട്ട് ഗുണിച്ചപ്പോൾ, അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് പോലെ എ ബിയും പി എയും അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും വേറെ വേറെ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഈക്വൽ അല്ല, ഇത് മെട്രിക്സ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആകില്ല എന്നും ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും. 14-ാമത്തെ രണ്ടാമത്തെ പാർട്ടും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഡിഫറെന്റ് മെട്രിക്സ് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എന്ന് ഷോ ചെയ്യാൻ സാധിക്കും. അടുത്ത 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i ഒരു ഇക്വേഷൻ ആണ്. അതിനകത്ത് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. അപ്പൊ എ സ്ക്വയർ കാണുന്നത് എങ്ങനെയാ? എ രണ്ടു വട്ടം ഗുണിച്ചാൽ മതി അല്ലെ, എ ഇൻറ്റു എ. മൈനസ് 5a കാണുന്നത് എങ്ങനെയാണ്? ഒരു സ്കെയിലാർ കൊണ്ടൊരു മെട്രിക്സിനെ ഗുണിക്കുന്നത്. 5 വെച്ച് ഗുണിച്ചാൽ ഈ മെട്രിക്സിലെ ഓരോ എലിമെന്റ്സിനെയും 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അടുത്തത് 6i എന്ന് കിടക്കുന്നു. 6i എന്താണെന്ന് പറഞ്ഞു? ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന്. ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. അതായത് ഡയഗണൽ എലിമെന്റ്സ് മാത്രം 1ഉം ബാക്കി എല്ലാ എലിമെന്റ്സും 0യുമായുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. 6 കൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സിനെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സിലെ എല്ലാം 6 ആയി മാറും, ബാക്കിയെല്ലാം 0 ആയി മാറും. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ എ സ്ക്വയർ ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് എ. അപ്പൊ നമുക്ക് രണ്ട് പ്രാവശ്യം ഈ മെട്രിക്സ് എഴുതി ഗുണിക്കാം. 2 0 1 2 1 3 1 മൈനസ് 1 0. അതേ മെട്രിക്സ് തന്നെ ഒന്നും കൂടി എഴുതാം എ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട്. 2 0 1 2 1 3 1 മൈനസ് 1 0. ഇനി ഒന്ന് ഗുണിച്ച് നോക്കാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. 2 into 2 is 4 plus 0 into 2 is 0 plus 1 into 1 is 1. 2 into 0 is 0 plus 0 into 1 is 0 plus 1 into minus 1 is minus 1. 2 into 1 is 2. 0 into 3 is 0 plus 1 into 0 is 0. അടുത്തത് 2 into 2 4 plus 1 into 2 2 plus 3 into 1 3. 2 into 0 is 0 plus 1 into 1 is 1 and 3 into minus 1 is minus 3. അടുത്തത് 2 into 1 is 2 plus 1 into 3 is 3 plus 3 into 0 is 0. One into 2 is 2 plus minus 1 into 2 is minus 2 plus 0 into 1 is 0. And the second one, 1 into 0 is 0 minus 1 into 1 minus 1 plus 0 into minus 1 is 0. Last, 1 into 1 is 1 plus minus 1 into 3 is minus 3 plus 0 into 0 is 0. അപ്പോൾ ഇതായിരിക്കും മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്നത് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ ഇത്ര 4 plus 0 plus 1 എന്ന് പറയുന്നത് 5 minus 1 2 9 minus 2 5 0 minus 1 minus 2. നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ഒന്ന് എഴുതാൻ നോക്കാം. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 6i ആണ്. എ സ്ക്വയർ നമ്മളിപ്പോൾ ചെയ്തു, അതൊന്ന് എഴുതാം. ഇറ്റ് ഈസ് 5 മൈനസ് 1 2 9 മൈനസ് 2 5 0 മൈനസ് 1 മൈനസ് 2. ഇനി അടുത്തത് മൈനസ് 5a ആണ്.
അപ്പം എ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ. -5a എന്ന് പറയുമ്പം എയിലെ എല്ലാ എലിമെന്റ്സിനെയും 5 എന്ന സ്കെയിലാർ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം മൈനസ് എഴുതി 5 എഴുതാൻ പോകുന്നു. 5 എഴുതുമ്പോൾ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് എല്ലാ എലിമെന്റ്സിനെയും 5 കൊണ്ട് ഗുണിക്കാം. 10 0 5 10 5 15 5 -5 0. അടുത്ത 6i ആണ്. +6i. i എന്താന്ന് പറഞ്ഞു? ഐഡന്റിറ്റി എലിമെന്റ് ആണ് i നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓരോ ഓർഡറിനും ഓരോ i ആണ്. ഇത് 3x3 മെട്രിക്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 3x3 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എടുക്കണം. ദാറ്റ് ഈസ് 1 0 0 0 1 0 0 0 1. ഡയഗണൽ എലിമെന്റ്സ് മാത്രം 1, ബാക്കി എല്ലാ എലിമെന്റ്സും 0. അപ്പം 6i എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് i മൊത്തത്തിൽ ഗുണിക്കുക. അപ്പൊ 0 ഗുണിച്ചാൽ 0 ആയി പോകും. 6 അപ്പം ആ ഒരു പ്രിൻസിപ്പൽ ഡയഗണലിൽ മാത്രം എലിമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും. എലിമെന്റ്സ് വരുന്നത് ഇങ്ങനെയാണ്: 6 0 0 0 6 0 0 0 6. ഇത് പ്ലസ് മൈനസും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ അങ്ങ് ചെയ്യാം. പ്ലസ് മൈനസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരു പ്രോബ്ലം തന്നെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്കത് ഒരുപോലെ തന്നെ കിട്ടും. അപ്പം 5 - 10 ഫസ്റ്റ് എലിമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. 5 - 10 + 6 കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഓപ്പറേഷൻസ് നടത്തുക. 5 -10 എന്ന് പറഞ്ഞാൽ -5 ആവും. -5 + 6 1. ഫസ്റ്റ് എലിമെന്റ് 1 കിട്ടി. അടുത്തത് -1 -0 -1 ആണ്. -1 + 0 that is -1. മൂന്നാമത്തെ നോക്കാം. 2 - 5 -3 -3 + 0 -3. ഓരോ എലിമെന്റ്സ് എഴുതാം. 9 - 10 -1 -1 + 0 is -1. -2 - 5 -7 -7 + 6 -1. അടുത്തത് 5 - 15 -10 ആണ്. -10 + 0 -10. ലാസ്റ്റ് റോ 0 - 5 -5 -5 + 0 -5. -1 -5 that is -1 + 5 +4 വരും. +4 + 0 is 4. -2 - 0 that is -2 -2 + 6 +4. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. 1 - 1 -3 -1 -1 -10 -5 4 4 എന്ന മെട്രിക്സ് ആണ് നമുക്ക് ഇക്വേഷൻ പ്രകാരം കിട്ടുന്നത്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഒരു മെട്രിക്സ് എക്ക് തന്നിട്ട് ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്ത് =0 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു a³ ഒക്കെ വന്നിട്ടുണ്ട്. a³ എടുക്കുന്നത് ഈ a² വീണ്ടും a കൊണ്ട് ഗുണിച്ച് നമുക്ക് a³ കിട്ടും. a × a. അത് ആദ്യം a² കാണുക, a × a കാണുക, പിന്നെ ഒന്നും കൂടി a വെച്ച് ഗുണിച്ചാൽ a³ കിട്ടും. അങ്ങനെ എന്ത് പവർ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അല്ല -6a² എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യും? a² ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് -6 എന്ന അല്ലെങ്കിൽ 6 എന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി വെച്ച് എല്ലാ എലമെന്റ്സിനെയും ഗുണിച്ചാൽ 6a² നമുക്ക് കിട്ടും. അതുപോലെ 7a എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ എലമെന്റ്സിനെയും 7 കൊണ്ട് ഗുണിക്കുക. 2i എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ഡയഗണൽസ് എല്ലാം 2 വരും, ബാക്കി എല്ലാ എലമെന്റ്സും 0. അങ്ങനെ മെട്രിക്സ് കിട്ടും. ഇതെല്ലാം കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് വരേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. 0 കിട്ടും. അത് മുമ്പ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അതുകൊണ്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഒരു 2x2 മെട്രിക്സ് ആണ്. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് a² = ka - 2i. ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഇതാണ്. a² - k a² = ka - 2i. അപ്പൊ നമുക്ക് ആദ്യം a² എന്ന് കണ്ടു നോക്കാം. ഇത് 2x2 മെട്രിക്സ് ആണ്. അപ്പൊ 2 പ്രാവശ്യം a എഴുതിയിട്ട് ഗുണിച്ചാൽ മതി. 3 - 2 4 - 2 into 3 - 2 4 - 2. ഗുണിച്ചു നോക്കാം. 3 × 3 9 -2 × 4 is -8. 3 × -2 is -6 -2 × -2 is
4. 4 into 3, 12. Minus 2 into 4 is minus 8. 4 into minus 2, minus 8. Plus minus 2 into minus 2 is plus 4. Which is equal to 1 minus 2, 4 minus 4. അപ്പോൾ ഇതാണ് എ സ്ക്വയർ കിട്ടിയത്. ഇനി നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് ഒക്കെ ആയി റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിൽ കെ എ മൈനസ് 2i ആണ്. എന്താണ് കെ എ മൈനസ് 2i? കെ എ നോക്കാം ആദ്യം. കെ വെച്ച് എയിലെ എല്ലാ എലിമെന്റ്സും ഗുണിക്കണം അല്ലെ. എ എഴുതാം. കെ ഇൻറ്റു എ എന്ന് എഴുതുന്നത് 3 മൈനസ് 2, 4 മൈനസ് 2. മൈനസ് 2i എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 0 0 1. ഐ എപ്പോഴും ഓർഡർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ 2x2 മെട്രിക്സ് ആയതുകൊണ്ടാണ് ഐ നമ്മൾ ഇങ്ങനെ എഴുതിയത്. 2x2 മെട്രിക്സ് ആണ് 2x2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതിയത്. അപ്പൊ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. കെ വെച്ച് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യാം? എല്ലാത്തിലും കെ വെച്ച് ഗുണിക്കണം അല്ലെ. 3k മൈനസ് 2k ഇസ് 4k മൈനസ് 2k. അതുപോലെ മൈനസ് 2i എന്ന് പറഞ്ഞാൽ 2002. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ കുറച്ചാൽ മതി. കുറയ്ക്കുകയാണല്ലോ, മൈനസ് ആണ് ഇവിടെ. അപ്പൊ 3k മൈനസ് 2 രണ്ടാമത്തെ എലിമെന്റ് മൈനസ് 2k മൈനസ് 0. ഇവിടെ 4k മൈനസ് 0. ഇവിടെ മൈനസ് 2k മൈനസ് 2. ഇതാണ് നമുക്ക് റൈറ്റ് സൈഡിലെ കെ എ മൈനസ് 2i എന്ന് കിട്ടിയത്. ഇത് എ സ്ക്വയറിന് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ എ സ്ക്വയറിന് ഈക്വൽ ആയിട്ട് എഴുതാം. എ സ്ക്വയർ നമുക്ക് കിട്ടിയത് എന്താണ്? 1 മൈനസ് 2, 4 മൈനസ് 4. അതാണ് എ സ്ക്വയർ ആയിട്ട് കിട്ടിയത്. ഇത് നമുക്ക് ഇപ്പൊ കിട്ടിയ കെ എ മൈനസ് 2iക്ക് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2k ആൻഡ് 4k മൈനസ് 2k മൈനസ് 2. ഇനി രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആണ്. ഇവിടെ ഒരുപാട് എണ്ണം എടുത്ത് ഈക്വൽ ആക്കി നോക്കാം. 4 എണ്ണം എടുക്കാം. 4 എണ്ണത്തിലും കെയുടെ വാല്യൂ ഒന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. അത് തന്നെയായിരിക്കും കെയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിലെയും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ നോക്കി തന്നെ അറിയാം കെയുടെ വാല്യൂ എന്ത് വരും. കെയുടെ വാല്യൂ ഇവിടെ കൊടുത്താലും എവിടെ കൊടുത്താലും, അതായത് 3k മൈനസ് 2 ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് മൈനസ് 2k ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് ഇക്വേറ്റ് ചെയ്യാം. 4k ഈസ് ഈക്വൽ ടു 4 എന്ന് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് 2k മൈനസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് 4 എന്ന് ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്താലും കെയുടെ വാല്യൂ എന്ത് വരും? കെയുടെ വാല്യൂ 1 വരും. അപ്പൊ k ഈസ് ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാതെ ഇത് വേറൊരു രീതിയിലും കൂടി ചോദിക്കാം. ഫൈൻഡ് k ഇഫ് ഈ ഈക്വൽ ടു സൈൻ എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഫൈൻഡ് k ഇഫ് a സ്ക്വയർ മൈനസ് ka പ്ലസ് 2i ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ ആയിരുന്നെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഇക്വേറ്റിംഗ് ടു 0 വരുമെന്നേ ഉള്ളൂ. 0യിൽ ഇക്വേറ്റ് ചെയ്തിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. k ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തത്. ഇഫ് a ഈസ് ഈക്വൽ ടു 0 മൈനസ് tan alpha by 2, tan alpha by 2 0 and I is the identity matrix of order 2, show that I plus a is equal to I minus a into cos alpha minus sin alpha cos alpha. ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. LHS RHS രണ്ട് രീതിയിൽ ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ തന്നിരിക്കുന്ന ഐഡന്റിറ്റി മെട്രിക്സ് I എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. നമ്മുടെ മെട്രിക്സ് 2x2 ഓർഡറിലായതുകൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് സ്വാഭാവികമായും 2x2 ഓർഡറിലായിരിക്കും. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ 2x2 ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. എ എന്താണോ അതേ ഓർഡറിൽ തന്നെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുന്നത്. എന്നാൽ മാത്രമേ അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ പോസിബിൾ ആവുള്ളൂ. നമുക്ക് LHS എന്ന് ആദ്യം എടുത്തു വെക്കാം. LHS is equal to LHS എന്ന് പറഞ്ഞാൽ I plus A ആണ്. I എന്ന് പറയുന്നത് ഓർഡർ 2x2 ഓർഡറിലെ ഐഡന്റിറ്റി മെട്രിക്സ് ദാറ്റ് ഈസ് 1 0 0 1 പ്ലസ് A ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 0 മൈനസ് tan alpha by 2 tan alpha by 2 0. അപ്പൊ ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ് പ്ലസ് മെട്രിക്സ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. അപ്പൊ ഇനി കറസ്പോണ്ടിങ് എലിമെന്റ്സ് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. 1 ഉം 0 കൂടി 1 ആണ്. അപ്പൊ 0 മൈനസ് tan alpha by 2 is tan alpha by 2 and 0 plus tan alpha by 2 is tan alpha by 2. 1 plus 0 is 1.
അപ്പൊ ഇതാണ് നമുക്ക് LHS കിട്ടുന്നത്. അതിനൊരു നമ്പറൊക്കെ ഇട്ട് വെച്ച് അവിടെ നിൽക്കട്ടെ. ഇനി RHS നോക്കാം. അപ്പൊ രണ്ടുകൂടെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? LHS ഈക്വൽ ടു RHS പ്രൂഫ് കഴിയും. അപ്പൊ RHS ഒന്ന് ചെയ്ത് നോക്കാം. I മൈനസ് A ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. I മൈനസ് എ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. I പ്ലസ് എ ഇപ്പം ഡയറക്റ്റ് എഴുതി. അതുപോലെ I മൈനസ് എ ഒന്ന് ഡയറക്റ്റ് എഴുതാം. 1 മൈനസ് 0 വരുമായിരുന്നു അല്ലെ? I പ്ലസ് എ എഴുതിയിട്ടുണ്ട്. അത് നോക്കി I മൈനസ് എ എഴുതിയാൽ മതി. ഐയും 0യും ഐയും എയും ഒന്നും വീണ്ടും എഴുതേണ്ട കാര്യമില്ല. 1 മൈനസ് 0 is 1. 0 minus tan alpha by 2 is tan alpha by 2. 0 minus tan alpha by 2 is minus tan alpha by 2. 1 minus 0 is again 1. അതാണ് I മൈനസ് എ എന്ന് പറയുന്നത്. അതേ ഇൻറ്റു ഈ തന്നിരിക്കുന്ന കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഇതൊന്ന് ഗുണിച്ചെടുക്കണം. എല്ലാം 2x2 മെട്രിക്സ് ആണ്. ഓർഡറിന്റെ പ്രശ്നമില്ല. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു കോസ് ആൽഫ, ദാറ്റ് ഈസ് കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ ആൽഫ. അടുത്തത് 1 ഇൻറ്റു മൈനസ് സൈൻ ആൽഫ, ദാറ്റ് ഈസ് മൈനസ് സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു ടാൻ ആൽഫ ബൈ 2. ഓക്കെ അല്ലേ? അടുത്തത് സെക്കൻഡ് റോ ആണ്. ദാറ്റ് ഈസ് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ദാറ്റ് ഈസ് പ്ലസ് 1 ഇൻറ്റു സൈൻ ആൽഫ. അടുത്തത് മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു മൈനസ് സൈൻ ആൽഫ അല്ലെ? അപ്പൊ പ്ലസ് സൈൻ ആൽഫ ടാൻ ആൽഫ ബൈ 2 പ്ലസ് ആണല്ലോ, പ്ലസ് 1 ഇൻറ്റു കോസ് ആൽഫ ദാറ്റ് ഇസ് പ്ലസ് കോസ് ആൽഫ. അപ്പൊ ഇതാണ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് സൈഡ് കിട്ടിയത്. ഇനി ഇതാ 1 എന്ന് പറയുന്ന നമ്പറിലേക്ക് മാറ്റിയെടുക്കണം നമുക്ക്, എന്നാലേ ഇത് LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു മെട്രിക്സ് കാണുമ്പോൾ 4 എലിമെന്റ്സ് ഉണ്ട്. ആ 4 എലിമെന്റ്സ് ആ ഓപ്പോസിറ്റ് ഡയഗണലായിട്ട് കിടക്കുന്ന എലിമെന്റ്സ് ഈക്വൽ ആണ് അല്ലെ? കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ടാൻ ആൽഫ ബൈ 2. മറ്റേത് അപ്പുറത്ത് ക്രോസ് ആയിട്ട് കിടക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഒന്നിന്റെ മൈനസ് സൈൻ കൊടുക്കുമ്പോഴാണ് അടുത്ത സൈൻ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. മെട്രിക്സിന് പുറത്ത് എഴുതാം കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ആൽഫ ബൈ 2 കിടക്കുന്നതുണ്ട്. ആൽഫ ബൈ 2 എവിടെ കണ്ടാലും സൈൻ ആൽഫയും കൂടി ആൽഫ ബൈ 2 ആക്കിയേക്കണം. എങ്ങനെ ആക്കും? സൈൻ ആൽഫയെ ആൽഫ ബൈ 2 സൈൻ ആൽഫയെ ആൽഫ ബൈ 2 ആക്കണമെങ്കിൽ സൈൻ 2 ആൽഫയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സൈൻ 2 ആൽഫ എന്താ? 2 സൈൻ ആൽഫ കോസ് ആൽഫ. ശരിയല്ലേ? ഇതൊരു നമ്മുടെ ഇക്വേഷൻ പഠിച്ചിരുന്നതാണ്. എന്ത് പഠിച്ചു? സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആൽഫ കൊടുത്തു. സൈൻ 2 ആൽഫ ഇസ് ഈക്വൽ ടു 2 സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പൊ സൈൻ ആൽഫയ്ക്ക് പകരം എന്തെഴുതാം? ഈ റൈറ്റ് സൈഡിലെ ആൽഫ എല്ലാം കൂടി അങ്ങ് പകുതിയാക്കിയാൽ മതി. 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. അപ്പൊ അതേ ഇത് ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ആൽഫ അതുപോലെ എഴുതി പ്ലസ് ടാൻ ആൽഫ ബൈ 2 അതുപോലെ എഴുതി. സൈൻ ആൽഫയ്ക്ക് പകരം എന്തെഴുതി? 2 ഇൻറ്റു സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഇങ്ങനെ എഴുതി. ഇനി ടാൻ ആൽഫ ബൈ 2നെ സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 എന്ന് എഴുതാമല്ലോ. സൈൻ ബൈ കോസ് ആണ് ടാൻ അല്ലെ? അപ്പൊ അത് അങ്ങനെ വെച്ച് എഴുതാം. മുകളിലത്തെ പോർഷൻ ഒന്ന് മായ്ക്കട്ടെ. നമുക്ക് വേണ്ടുന്ന LHS ചെയ്ത റിസൾട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്പർ 1 എന്നൊക്കെ കൊടുത്തിട്ടിരുന്ന റിസൾട്ട് ആണ്, അതവിടെ ഉണ്ട്. ബാക്കി നമുക്ക് ചെയ്തു തുടങ്ങാം. കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2. അപ്പൊ ഈ ടാൻ ആൽഫ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അതിനെ സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 എന്നാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എഴുതി നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ആൽഫ അവിടെ കിടപ്പുണ്ട് പ്ലസ് ടാൻ ആൽഫ എന്ത് ചെയ്തു? സൈൻ ആൽഫ ബൈ 2 ബൈ
കോസ് ആൽഫ ബൈ 2. ബാക്കി അവിടെ കിടക്കുന്ന 2 ഇൻറ്റു സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു കോസ് ആൽഫ ബൈ 2 അവിടെ എഴുതി. അപ്പൊ ഈ കോസ് ആൽഫ ബൈ 2ഉം ഈ കോസ് ആൽഫ ബൈ 2ഉം കൂടി ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്നത് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 is equal to cos alpha plus 2 sin square alpha by 2 ആണ്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ വരുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്നാണ്. കോസ് 2 ആൽഫ is equal to 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്നാണ്. That is cos 2 alpha is equal to 1 minus 2 sin square alpha. അപ്പൊ ഇവിടെ എല്ലാം ആൽഫ ആക്കുമ്പോൾ, അതായത് കോസ് ആൽഫ ആകുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ആവും. ആൽഫയുടെ പകുതി വരും. അപ്പൊ ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 മാത്രം എടുക്കുമ്പോൾ അതിന് പകരം എഴുതാം. That is 2 sin square alpha by 2 is equal to 1 minus cos alpha എന്ന് എഴുതാം. അപ്പൊ ഇത് എഴുതാൻ ഈ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കോസ് ആൽഫ അതുപോലെ എഴുതി പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ന് പകരം എഴുതാം 1 മൈനസ് കോസ് ആൽഫ, 1 മൈനസ് കോസ് ആൽഫ, which is equal to 1 minus cos alpha plus cos alpha. That is a minus cos alpha plus cos alpha അങ്ങ് പോകും. which is value is 1. അപ്പൊ നമുക്ക് കിട്ടിയ മെട്രിക്സിന്റെ ഫസ്റ്റ് എലിമെന്റിന് പകരം എന്തെഴുതാം? 1 എന്ന് എഴുതാം. അതുപോലെ ആ ഓപ്പോസിറ്റ് കിടക്കുന്ന ഡയഗണലിലെ ഓപ്പോസിറ്റ് കിടക്കുന്ന എലിമെന്റിനും 1 എന്ന് എഴുതാം. അത് സെയിം എലിമെന്റ് തന്നെയാണ്. കോസ് ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതിനു പകരവും നമുക്ക് 1 എഴുതി നോക്കാം. അടുത്തതിന് ഒരു വേറെ ബാക്കി കിടക്കുന്ന എലിമെന്റിന് പകരം ഒന്ന് നോക്കാം. നമുക്ക് ഇതൊന്ന് നോക്കാം. രണ്ടാമത്തെ ആ മെട്രിക്സിലെ തന്നെ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലിമെന്റ് ആണിത്. കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ ടാൻ ആൽഫ ബൈ 2. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് A1 2 എന്ന എലിമെന്റ്, അതായത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിനെ ഒന്ന് നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കിതിനെ സൈൻ ആൽഫ അല്ലെങ്കിൽ ആൽഫ ബൈ 2 കിടക്കുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് ഇവിടെ ആൽഫ, ഈ സൈൻ ആൽഫയെ 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 എന്ന് എഴുതാം. 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. അതുപോലെ ഈ കോസ് ആൽഫ ഇവിടെ കിടന്നോട്ടെ. ടാൻ ആൽഫ ബൈ 2നെ സൈൻ ബൈ കോസ് എന്ന് എഴുതാം. സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2. അത് രണ്ട് ടേം ഉണ്ട് ഇതിനകത്ത്. രണ്ട് ടേമിലും സൈൻ ആൽഫ ബൈ 2 കോമൺ ഉണ്ട്. അതിങ്ങ് എടുക്കാം. സൈൻ ആൽഫ ബൈ 2 കോമൺ. 2 കോസ് ആൽഫ ബൈ 2 മൈനസ് എന്താ വരുന്നത്? കോസ് ആൽഫ ബൈ കോസ് ആൽഫ ബൈ 2 എന്നാണ് വരുന്നത് അല്ലെ. is equal to സൈൻ ആൽഫ ബൈ 2 ഇൻറ്റു ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് കോസ് ആൽഫ ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ 2 എന്ന് വന്നു. നമ്മൾ നേരത്തെ എഴുതിയ 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ന് പകരം എഴുതിയത് കണക്ക് തന്നെ ഒരു റിസൾട്ട് കോസ് 2 തീറ്റയ്ക്ക് കോസിൽ വെച്ചുകൊണ്ട്, കോസ് സ്ക്വയറിൽ വെച്ചുകൊണ്ട്, അതെന്താണ്? 2 cos 2 theta is equal to 2 cos square theta minus 1. അപ്പം ഇതിനകത്ത് cos തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 cos square theta by 2 minus 1. അപ്പൊ 2 cos square theta by 2 മാത്രം എടുക്കുകയാണെങ്കിലോ 1 plus cos theta വരും. അപ്പൊ ഇവിടെ ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ആൽഫ ബൈ 2 ഈ കോസ് ആൽഫ ബൈ 2നെയും കൂടി നമുക്ക് ഒരുമിച്ച് സൈനിന്റെ താഴെ എഴുതാം. കോസ് ആൽഫ ബൈ 2. എന്നിട്ട് ഈ 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2ന് പകരം നമ്മൾ പഠിച്ച 1 പ്ലസ് നമ്മൾ എഴുതിയ 1 പ്ലസ് കോസ് തീറ്റ, കോസ് തീറ്റ അല്ല കോസ് ആൽഫ, 1 പ്ലസ് കോസ് ആൽഫ, അവിടെ കിടക്കുന്ന മൈനസ് കോസ് ആൽഫ. അപ്പൊ ഇതും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി 1 ആയി. 1 ഇൻറ്റു സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 ദാറ്റ് ഇസ് ടാൻ ആൽഫ ബൈ 2. അപ്പൊ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റിന് പകരം ടാൻ ആൽഫ ബൈ 2 കിട്ടി. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലിമെന്റിന് പകരം മൈനസ് ടാൻ ആൽഫ ബൈ 2 കിട്ടി. അപ്പൊ നമ്മുടെ റിക്വയർഡ് മെട്രിക്സ് എന്തായി മാറി? നമ്മൾ RHS ചെയ്തു വന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1, ഇവിടെയും 1 വരും അല്ലെ. ഇവിടെ ആണ് നമ്മൾ ഇപ്പൊ ചെയ്ത
ടാൻ ആൽഫ ബൈ 2 വന്നത്. അതുപോലെ മുകളിൽ അതിന്റെ ഇവിടുത്തെ ഓപ്പോസിറ്റ് മൈനസ് കൊടുക്കാം, മൈനസ് ടാൻ ആൽഫ ബൈ 2. അപ്പൊ ഇത് തന്നെയായിരുന്നു LHSും ഇത് തന്നെയാണ് നമുക്ക് ചെയ്ത് വന്നപ്പോൾ കിട്ടിയത്. ചെയ്ത് നമ്പർ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇസ് ഈക്വൽ ടു LHS, ഹെൻസ് ദ പ്രൂഫ്. നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. പിന്നെ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് 19ാമത്തത്. എ ട്രസ്റ്റ് ഫണ്ട് ഹാസ് ₹30,000 that must be invested in 2 different types of bonds. The first bond pays 5% interest per year and the second bond pays 7% interest per year. Using matrix multiplication, determine how to divide 30,000 among the 2 types of bonds. If the trust fund must obtain an annual total interest of ₹1,800 A part, B part 2,000 rupees. അപ്പോൾ ഇത് ഒരു സാധാരണ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ സാധാരണ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ നോർമലി ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 30,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അത് 2 ട്രസ്റ്റിന്റെ കയ്യിലുണ്ട്. അത് 2 ടൈപ്പ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പിലെ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും അതിന്റെ ഓരോന്നിലെയും ഇൻട്രസ്റ്റ് പെർസെന്റേജും തന്നിട്ടുണ്ട്. നമുക്കൊരു 5% ആണ്. 5 എന്ന് പറഞ്ഞാൽ 5/100, 5% എന്ന് പറഞ്ഞാൽ 5/100 ആയിട്ടാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പിലെ ഇൻട്രസ്റ്റ് റേറ്റ് 7 ആണ്. 7/100 ആണ് അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. 1ലേക്കും 2ലേക്കും എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഡിവൈഡ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഇത്ര റേറ്റ് ആയിട്ട് വന്നാൽ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ ഇത്ര രൂപ ടോട്ടൽ കിട്ടുകയാണെങ്കിൽ അത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? ആദ്യം ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കിട്ടുന്നത് 1,800 രൂപയാണ്. രണ്ടും കൂടിയുള്ള ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത്തത് 2,000 രൂപ. ഇപ്പൊ ഈ 2 കേസാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യാം. 30,000 രൂപയെ 2ആക്കി ഡിവൈഡ് ചെയ്യാം. ഒരിടത്ത് എക്സും കൊടുക്കാം, അടുത്തതിൽ 30,000 മൈനസ് എക്സും കൊടുക്കാം. ശരിയാണല്ലോ. 30x മൈനസ് 30,000 മൈനസ് എക്സ്. അപ്പൊ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എങ്ങനെ കാണും? ഇവിടെ I is equal to ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻസ് I is equal to PNR അല്ലെ. P എന്ന് പറയുന്നത് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും R എന്ന് പറഞ്ഞ പെർസെന്റേജ് റേറ്റിന്റെ പെർസെന്റേജ് ആണ്. N ഒരു വർഷത്തേക്കുള്ളതുകൊണ്ട് 1 ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് is equal to x ഇൻറ്റു ആദ്യത്തെ ടൈപ്പ് 1ലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ പറയുന്നത്. എക്സ് ഇൻറ്റു 6%, അതായത് 5%. 5 എന്ന് പറയുന്നത് 5/100. അപ്പൊ ഫസ്റ്റ് നമ്മൾ വന്നത് 0.05x ആണ് ഫസ്റ്റ് ടൈപ്പിലെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. ശരിയാണല്ലോ. അടുത്ത എത്ര? 30,000 മൈനസ് എക്സ് ഇൻറ്റു 30,000 മൈനസ് എക്സ് ആണ് അവിടുത്തെ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 7/100 ആണ്. 6%. 6% ക്യാപിറ്റൽ R പെർസെന്റേജ്. 7/100 which is equal to എത്രയാണ്? 2,100 മൈനസ് 7x/100 that is 0.07x. ഇതാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസിൽ 1,800 എന്ന രൂപ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ രണ്ടാമത്തെ കേസിൽ 2,000 രൂപ കിട്ടുന്നെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിവിഷൻ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. എത്ര രൂപ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. അപ്പൊ ഇതാണ് നോർമലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിനെ ഒന്ന് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി നോക്കാം. നമ്മൾ ആദ്യം മെട്രിക്സ് ഫോമിലാണ് ചെയ്ത് തുടങ്ങുന്നത്. ഇത് ആദ്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതെങ്ങനെയാണ് നോർമലി ചെയ്യുന്നതെന്ന്. അപ്പോ ആദ്യം നമുക്ക് എടുക്കാം. ലെറ്റ് എക്സ് ആൻഡ് 30,000 മൈനസ് എക്സ് ബി two amounts to be divided among two funds അല്ലെ. ഈ ടൈപ്സ് 2 ടൈപ്പിലേക്കും വേണ്ടി ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ടുകളാണ് എക്സും 30,000 മൈനസ് എക്സ്. അതിന് നമുക്കൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. മെട്രിക്സ് ഫോമിൽ എഴുതാം. എക്സും 30,000 മൈനസ് എക്സും.
ഇനി അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതും ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാം. അത് കോളം മെട്രിക്സ് ആയിട്ട് വരും. ഇതിപ്പോ റോ മെട്രിക്സ് എഴുതിയത്. കോളം മെട്രിക്സ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എഴുതാം 0.05 0.07. ശരിയാണല്ലോ. 5%ഉം 7%. അപ്പൊ ഇത് രണ്ടും കൂടി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓർഡർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇത് 1/2 മെട്രിക്സ് ആണ് ഫസ്റ്റ് എഴുതിയേക്കുന്നത്. ശരിയാണല്ലോ. 1/2 മെട്രിക്സ് ആണ്. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നതോ എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്, ഒറ്റ കോളം. 2/1 മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഇതാ ഈ പാർട്ടും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണല്ലോ. അതിന്റെ കിട്ടുന്ന റിസൾട്ട് എന്താ? ഏത് ഓർഡറിലെ മെട്രിക്സ് ആയിരിക്കും? 1/1 മെട്രിക്സ് ആയിരിക്കും. ശരിയാണല്ലോ. 1/1 മെട്രിക്സ് ഏതാണത്? x ഇൻറ്റു 0.05, അതായത് 0.05x പ്ലസ് 30,000 മൈനസ് x ഇൻറ്റു 0.07. 30,000 minus x into 0.07. ഇതായിരിക്കും ആ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മെട്രിക്സ് നമുക്ക് ഒറ്റ എലിമെന്റ് കിട്ടുള്ളൂ. 1/1, ഒറ്റ റോ ഒറ്റ കോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെട്രിക്സിനകത്ത് ഒരു എലിമെന്റ്. ആ എലിമെന്റ് ആണിത്. 0.05x പ്ലസ് 0.07 ഇൻറ്റു 30,000 എന്ന് പറഞ്ഞാൽ 2,100 മൈനസ് x into 0.07, that is 0.07x. അപ്പൊ ഈ എക്സിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. 2,100 മൈനസ് 0.02x. അപ്പൊ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഓരോ കേസ്, 2 കേസ് വന്നിട്ടുണ്ട്. 1,800 രൂപ, 2,000 രൂപ. 2 കേസിലും നമ്മൾ എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ കണ്ടെത്തിയാൽ എങ്ങനെയാണ് അവിടെ ഡിവിഷൻ നടന്നതെന്ന് വ്യക്തമാവും. അപ്പൊ ഫസ്റ്റ് കേസിൽ 1,800 രൂപയാണ് ഈ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് 2,100 മൈനസ് 0.02x ഈസ് ഈക്വൽ ടു 1,800. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് എക്സിന്റെ വാല്യൂ എടുക്കാം. 0.02x മൈനസ് 0.02x ഇസ് ഈക്വൽ ടു 1,800 മൈനസ് 2,100. എത്ര വരും? 3 വരും അല്ലെ? 300 രൂപ. മൈനസ് ആണ്. ഈ 2 മൈനസും കൂടി ക്യാൻസൽ ചെയ്ത് പോവും. എക്സ് ഇസ് ഈക്വൽ ടു 300 ബൈ 0.02 എന്ന് വരും. ദാറ്റ് ഇസ് 15,000 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു 15,000. എക്സ് ഇസ് ഈക്വൽ ടു 15,000 ആണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? 15,000ഉം 30,000 മൈനസ് 15,000, അത് 15,000. അപ്പൊ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയാം അല്ലെ? 15,000 ആൻഡ് 15,000. 15,000 ആൻഡ് 15,000 ആണ് 2 ടൈപ്പുകാർക്ക് കൊടുത്തത് എമൗണ്ട്. അപ്പം ദ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ദ എമൗണ്ട് ഡിവൈഡഡ് ഈക്വലി എന്ന് പറയാം. ഈക്വലി. അപ്പൊ രണ്ടാമത്തെ കേസിലും കൂടി നോക്കാം. അവിടെ 2,000 രൂപയാണ്. ദാറ്റ് ഈസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് 2,100 മൈനസ് 0.02x ഇക്വേറ്റ് ചെയ്യുന്നത് 2,000-നോടാണ്. അപ്പം മൈനസ് 0.02x ഇസ് ഈക്വൽ ടു 2,100 അപ്പുറത്ത് കൊണ്ടുപോകും. മൈനസ് 1,000, സോറി മൈനസ് 100 വരത്തുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 0.02. That is 5,000 വരും. അപ്പൊ എക്സ് 5,000, ഒരാൾക്ക് 5,000 കൊടുത്തു. അതായത് ടൈപ്പ് 1ന് 5,000 കൊടുത്തു. പിന്നെ അടുത്ത ആൾക്ക് എത്ര കൊടുക്കേണ്ടി വരും? 25,000. രണ്ടുകൂടെ ചേർത്ത് 30,000 അല്ലേ? 25,000 കൂടി. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ രീതിയും കൂടി ഒന്ന് കാണിക്കണം എന്നേ ഉള്ളൂ. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തത്. The bookshop of a particular school has 10 dozen chemistry books, 8 dozen physics books, 10 dozen economics books. Their selling price are ₹80, ₹60 and ₹40 each respectively. Find the total amount of the bookshop will receive from selling all the books using matrix algebra. മെട്രിക്സ് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാമായിരുന്നു അല്ലെ? നമുക്ക് സുഖമായിട്ട് എഴുതാം. ഈ 10 ഡസൻ കെമിസ്ട്രി ബുക്ക് ഉണ്ട്. അതായത് 120 ബുക്ക് ഉണ്ട്. ഒരു ബുക്കിന് 80 രൂപയെങ്കിൽ 120 × 80.
അപ്പൊ ഇതിനെയൊന്നും നേരത്തെ ചെയ്ത കണക്ക് മെട്രിക്സ് ഓൾജിബ്ര, അതായത് കോളം മെട്രിക്സിന്റെ റോ മെട്രിക്സ് ആക്കി മെട്രിക്സ് ഓൾജിബ്രയിൽ ഒന്ന് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ ഒക്കെ സെയിം ആണ്. ചെയ്തു നോക്കാം. അപ്പൊ കെമിസ്ട്രി 10 ഡസൻ ബുക്ക് 120 എണ്ണം, ഫിസിക്സ് 8 ഡസൻ, അത് 8 × 12 96 എണ്ണം, എക്കണോമിക്സ് 10 ഡസൻ ആണ്, അവിടെയും 120 എണ്ണം. ഓരോന്നിന്റെയും വില തന്നിട്ടുണ്ട്. കെമിസ്ട്രിയുടേത് 80, ഫിസിക്സ് 60 റുപ്പീസ്, എക്കണോമിക്സിൻ്റെത് 40 റുപ്പീസ്. നമ്മളിത് സാധാരണ രീതി കാണുകയാണെങ്കിൽ 120 × 80 പ്ലസ് 96 × 60 പ്ലസ് 120 × 40, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ആദ്യം മെട്രിക്സ് ഫോമിലോട്ട് എഴുതാം. അപ്പൊ നമ്പർ ഓഫ് ബുക്സ് ആദ്യം മെട്രിക്സ് ഫോമിൽ, നമ്പർ ഓഫ് ബുക്സ് ഇൻ മെട്രിക്സ് ഫോം. നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? റോ മെട്രിക്സ് ആയിട്ട് എഴുതാം അല്ലെ. 120, 96, 120. പ്രൈസ് ഓഫ് ബുക്സ്, അതിന്റെ വില, പ്രൈസ് ഓഫ് ബുക്സ് ഇൻ മെട്രിക്സ് ഫോം. പ്രൈസ് ഓഫ് ബുക്സ് ഇൻ മെട്രിക്സ് ഫോം. അപ്പൊ ഇത് കോളം മെട്രിക്സ് ആയിട്ട് എഴുതണം. 80, 60, 40. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ചെയ്ത 1/3 3/1 ആണ്. ആ 3 എന്നുള്ളത് കറക്റ്റ് ആണ്. 3 രണ്ടിടത്തും 3 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1/1 ആയിരിക്കും, അതായത് ഒറ്റ വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് ഗുണിച്ചു നോക്കാം. 120, 96, 120 ഇൻറ്റു 80, 60, 40. ഒറ്റ വാല്യൂ വരുള്ളൂ അകത്ത്, അതായത് 120 × 80, 96ഉം 2 0യും പ്ലസ് 96 × 60, അത് 55,760 പ്ലസ് 120 × 40, 4800. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 20,160. മെട്രിക്സിനകത്ത് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് മെട്രിക്സ്, ഈ മെട്രിക്സ് 1/1 മെട്രിക്സ് ഇതാണ് കിട്ടുന്നത്. അപ്പൊ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എമൗണ്ട് നമ്മൾ നമ്പർ മെട്രിക്സിനെയും നമ്പർ ഓഫ് ബുക്സിന്റെ മെട്രിക്സ് ഫോമിനെയും പ്രൈസ് ഓഫ് ബുക്സിന്റെ മെട്രിക്സ് ഫോമിനെയും കൂടിയാണ് ഗുണിച്ചത്. നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടി. ടോട്ടൽ എമൗണ്ട് is equal to rupees 20,160, 20,160 rupees എന്ന് കിട്ടി. അപ്പോൾ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Assume x, y, z, w and p are matrices of order 2/n, 3/k, 2/p, n/3, p/k. അതായത് എക്സ്, വൈ, സെഡ്, ഡബ്ല്യു ആൻഡ് പി, അങ്ങനെ ഒരു 5 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഓർഡറും തന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ വേരിയബിൾസിലൊക്കെയാണ്. റെസ്പെക്റ്റീവ്ലി ചൂസ് ദ കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസ് 21 and 22. 21 and 22 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ദ റെസ്ട്രിക്ഷൻ ഓഫ് എൻ, കെ ആൻഡ് പി സോ ദാറ്റ് പി വൈ പ്ലസ് ഡബ്ല്യു വൈ വിൽ ബി ഡിഫൈൻഡ് ആസ്. പി വൈ പ്ലസ് ഡബ്ല്യു വൈ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വേരിയബിൾ, ഈ തന്നിരിക്കുന്ന ഓർഡറിലെ വേരിയബിൾ, അതായത് കെ, പി, എൻ, എന്റെയൊക്കെ വാല്യൂ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പി വൈ പ്ലസ് ഡബ്ല്യു വൈ എന്ന വലിയ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻഡു ചെയ്തിട്ടുണ്ട്, അതുപോലെ ആഡിഷനും നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കാം. ഇഫ് n equal to p, then the order of the matrix is 7x minus 5z. 7x minus 5z ന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് ഓർഡർ. ഓരോ മെട്രിക്സിന്റെയും കറസ്പോണ്ടിങ് ഓർഡർ, തന്നിരിക്കുന്ന ഓർഡേഴ്സ് നമ്മളൊന്ന് എഴുതി ഈ ഒരു ഫോമിലാക്കി എഴുതി വെച്ചു. അപ്പൊ എക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/n, അതായത് 2 റോയും n കോളവും കാണും. ഇതിന്റെ വാല്യൂ തന്നിട്ടില്ല. ക്വസ്റ്റ്യനകത്ത് എന്ന് ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പി എക്സ് പ്ലസ് ഡബ്ല്യു വൈ, അങ്ങനല്ലേ? പി എക്സ് പ്ലസ് ഡബ്ല്യു വൈ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കണ്ടീഷൻ? പി എക്സ് പ്ലസ് ഡബ്ല്യു വൈ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? അവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കെ ഇസ് ഈക്വൽ ടു 3, പി ഈക്വൽ ടു എൻ. രണ്ടാമത്തെ ഓപ്ഷൻ കെ ഈസ് ആർബിട്രറി. കെ ഈസ് ആർബിട്രറി. ആർബിട്രറി എന്ന് വെച്ചാൽ എനിവൺ, എന്ത് വേണമല്ലോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. ആർബിട്രറി. പി ഈക്വൽ ടു 2. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പി ഈസ് ആർബിട്രറി. പിയുടെ വാല്യൂ എന്തുമാകാം. പിന്നെ കെയുടെ വാല്യൂ 3 ആകണം. നാലാമത്തത്
നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ 2ഉം പിയുടെ വാല്യൂ 3ഉം ആകണം എന്നാണ് കണ്ടീഷൻ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പി എക്സ് ഡബ്ല്യു വൈ ഇതിന്റെ ഓർഡർ ഒന്ന് അടുപ്പിച്ച് എഴുതി നോക്കാം. പിയുടെ ഓർഡർ എന്താണ്? പി ബൈ കെ ആണ്. പി ബൈ കെ. വൈയുടെ ഓർഡർ എന്താണ്? 3 ബൈ കെ ആണ് അല്ലെ. പ്ലസ് ഡബ്ല്യുവിന്റെ ഓർഡർ n ബൈ 3ഉം വൈയുടെ ഓർഡർ വീണ്ടും നമ്മൾ എഴുതണം 3 ബൈ കെയുമാണ്. അപ്പൊ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് പറഞ്ഞു? ആദ്യത്തിന്റെ കോളമും നമ്പർ ഓഫ് കോളമും രണ്ടാമത്തതിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടുന്ന് നമുക്കൊരു കണ്ടീഷൻ കിട്ടി അല്ലെ. k = 3 എന്ന ഒരു കണ്ടീഷൻ കിട്ടി. അപ്പൊ ഇത് k = 3 ആണ്. അപ്പൊ രണ്ടാമത്തെ കേസിലെ WYയിൽ നോക്കിക്കേ, കോളവും റോയും അവിടെ ഈക്വൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അവിടുത്തെ നമുക്ക് വാല്യൂസ് ഒന്നും എടുക്കാനില്ല. അവിടെ ടോട്ടലി ഈക്വൽ ആണ്. അവിടെ അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കെയുടെ വാല്യൂ എന്താക്കി എടുത്തു? 3 ആക്കി എടുത്തു. ഇനി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തൊക്കെയായിരിക്കും? ഈ പി എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് പി ബൈ കെ ആയിരിക്കും. അതായത് പി ബൈ കെ എന്ന മെട്രിക്സ് കിട്ടും. പ്ലസ് അടുത്ത മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? n ബൈ കെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്തു. ഇതും എക്സിസ്റ്റ് ചെയ്യണം. ഇതിനും നമുക്ക് വാല്യൂ എഴുതാൻ പറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ടിന്റെയും കൂടി അതായത് നമ്പർ ഓഫ് റോസ് ഓർഡർ സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു. സെയിം ആയിരിക്കണം വെച്ചാൽ ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. എന്നാലേ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ കോളംസ് ഈക്വൽ ആണ്, ഓൾറെഡി കെ ആണ്. പക്ഷെ നമ്പർ ഓഫ് റോസ് ഒന്ന് പിയും ഒന്ന് എന്നും ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? പിയുടെ വാല്യൂ n ആയിരിക്കണം. p = n. നമുക്ക് നേരത്തെ കിട്ടി k = 3 എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടി വരുന്ന ഓപ്ഷൻ ഏതാണ്? p = n and k = 3 is ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7x - 5z എന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നാണ്. എന്തിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഓർഡർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ 7x ആദ്യം നോക്കാം. 7x എന്ന് പറഞ്ഞാൽ സ്കെയിലർ ആണ്. 7 എന്ന സ്കെയിലർ മെട്രിക്സിനെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഓർഡറിനകത്തൊരു ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഏതാണോ മെട്രിക്സ് അതിന്റെ എല്ലാ എലിമെന്റ്സിനെയും ആ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് പതിവ്. അപ്പൊ അതിന്റെ ഓർഡറുമായിട്ട് ബന്ധമില്ല. അപ്പൊ എക്സിന്റെ ഓർഡർ തന്നെ ആയിരിക്കും 7xന്റെ ഓർഡർ അല്ലെ. അപ്പൊ അത് 2/n മെട്രിക്സ് ആണ് അവിടെ വരുന്നത്. എക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/n. അപ്പൊ 2/n മെട്രിക്സ് ആയിരിക്കും, 2/n ഓർഡർ ആയിരിക്കും 7xന്റെ ഓർഡർ എന്ന് പറയുന്നത്. മൈനസ് 5z. 5zന്റേത് ഇസഡിന്റെ അതേ ഓർഡർ തന്നെ ആയിരിക്കും 2/p. 2/n മൈനസ് 2/p എന്ന് പറഞ്ഞാൽ 2/n മൈനസ് 2/p ആ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. n = p ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആണെങ്കിലാണ് ഇതിന്റെ ഓർഡർ ചോദിക്കുന്നത്. 2/n കിട്ടി, രണ്ടാമത്തത് 2/p കിട്ടി. നമുക്ക് ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ആയിരിക്കണം, നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആയിരിക്കണം. അതായത് സെയിം ഓർഡർ വരണം. അപ്പൊ 2 = 2 ആണ്, n = p ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ ഒന്നുകിൽ ഇത് തന്നെ 2/n ആയിരിക്കും, അല്ലെങ്കിൽ 2/p ആയിരിക്കും. ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ 2/n ഓ 2/p ഓ ഇതിനകത്തുണ്ടോ? സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് അല്ലെ. 2/n ആണ് വരുന്നത്. ഇവിടെ ഈ 2/n തരാതെ 2/p ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇതിന്റെ ആൻസർ ആണ്. 2/n 2/p. നമ്മുടെ ഓപ്ഷനിൽ 2/n ഉള്ളത് കൊണ്ട് ആൻസർ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ നമ്മുടെ ഈ എക്സസൈസ് കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്.